എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ കുറേയായി വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 5 കോഴികൾ അട വെച്ചിട്ടുണ്ട്. അവർ അട വെച്ച കുറച്ച് വീഡിയോസും അവർ വിരിഞ്ഞിറങ്ങിയതിന് ശേഷമുള്ള വീഡിയോസാണ് നമ്മൾ ഫ്രണ്ടിലത്തെ സീറ്റിൽ. എല്ലാവർക്കും ഒരുപാട് മുട്ടയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് ഒരുപാട് മുട്ട വെച്ച് കാര്യമില്ല. എല്ലാവർക്കും ഒരു 7 മുട്ട ലെവലിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഫുള്ള് മുട്ടകളും വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായി. ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടൊരു 1.5 ആഴ്ചയൊക്കെ ആയി തുടങ്ങി. കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം പേരെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നിലത്തെ ബാച്ചിലത്തേക്ക് ഒരുവിധം കോഴികളെല്ലാം നമ്മൾ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പെടകൾ മാത്രമാണ് കൂടുതലുള്ളത്. എല്ലാത്തിനും ഒരു പെട അല്ലെങ്കിൽ 2 പെടയൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് വെക്കാറ്. ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യാറ്. എന്താണ് കഴിഞ്ഞ ബാച്ചിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മുടെ അമ്മുക്കനും പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര ഒരു അടിയായിരുന്നു. നമ്മുടെ സ്ഥലത്തില്ലാത്തതും പിന്നെ വീട്ടിലെ ആളില്ലാത്തതും പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായി. ആ കാരണത്താലാണ് കുറച്ച് കുഞ്ഞുങ്ങളിലാണ് നമുക്ക് കൊടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഒരുവിധം കൊടുത്തു. അതിൽ ആ ബാച്ചിൽ 2 കുഞ്ഞുങ്ങളെ മാത്രമാണ് നിർത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാവരും കൊടുത്തു. നായക്കളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് നിർത്താനും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ചെക്കന്മാരിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മുടെ പെടകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവർ വീണ്ടും വിരിഞ്ഞിറങ്ങി. അവരുടെ കുഞ്ഞുങ്ങളിപ്പോൾ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം കുറച്ചൊക്കെ വലുതായി തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെ ഇടുന്നത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും സെപ്പറേറ്റാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് വീണ്ടും കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സെപ്പറേറ്റ് നടക്കുമ്പോഴാണ് ഇവരുടെ ആക്രമണം കൂടുതലുണ്ടാകുമ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് പ്രതിരോധിക്കാൻ പറ്റാതെ വരുന്നത്. 2-3 പേര് ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ 2 പേരും മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഇനിയിപ്പോൾ അടുത്തൊരു 10 ദിവസത്തിനുള്ളിൽ അട വയ്ക്കാറാവും. അപ്പോൾ അതും കൂടി അടുത്ത് വിരിഞ്ഞിറങ്ങും. അതിൻ്റെ ഒപ്പം നമ്മുടെ മുട്ടയിടാൻ തുടങ്ങിയ ഒരു കുഞ്ഞാട്ടുണ്ട്, കഴുത്തിൽ കുഴപ്പമില്ലാത്തത്. അവൾക്കിപ്പോൾ അസുഖം ഉണ്ട്. ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും വലിയ ഉഷാറായില്ല. അതൊന്ന് മുട്ടയിടണം നിന്നു. ഇനിയിപ്പോൾ അവളുടെ അസുഖമൊക്കെ ഭേദമായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബർമാർക്കൊക്കെ നമ്മുടെ കോഴികളിനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ കോഴികളെയും കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് വർക്കിൻ്റെ തിരക്കിലായതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് ഷോർട്സ് ഇടാൻ പറ്റുന്നില്ല. നിങ്ങളെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല. എന്തായാലും നമ്മൾ പെട്ടെന്ന് അതിനുള്ള വഴി കണ്ടെത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ കുറച്ച് എമർജൻസി വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ പരമാവധി നമ്മളെല്ലാവരും ഒരുമിച്ചാണ് അട വയ്ക്കാൻ ശ്രദ്ധിക്കാറുള്ളത്. ഒറ്റയ്ക്ക് വയ്ക്കാറില്ല. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് അതാണ് കുറച്ചും കൂടി നന്നായി തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഒരുമിച്ച് അട വയ്ക്കുന്നതാണോ ഏറ്റവും നല്ലത്, സെപ്പറേറ്റ് വയ്ക്കുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിൻ്റെ സന്തോഷം അറിയിക്കുന്നു.